ഈ ഒരു ചുവപ്പ് കളി എന്തിനാണെന്ന് അറിയാമോ? ശംഖുമുഖം കടൽ മൊത്തം പോയി. സത്യം പറഞ്ഞ വിഷമമുണ്ട്. നമ്മൾ ശംഖുമുഖം ഇങ്ങനെ ആയിപ്പോയാൽ ഈ കടൽക്ഷോഭം കൊണ്ട് ശംഖുമുഖം ആകപ്പാടെ മാറി. കുറേ കടലെടുത്തു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, കരയില്ല, ഫുള്ളും കടലെടുത്തു. ഇപ്പോൾ ആളെ ഇറക്കുന്നില്ല. ഡേഞ്ചറായിട്ട് അവർ കൊടി നിർത്തിയിരിക്കുകയാണ്. കുറച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഗാർഡ് വന്ന് ഞങ്ങളുടെ പറഞ്ഞു, അങ്ങോട്ട് ഇറങ്ങരുത്, ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് കണ്ടല്ലോ, ആ മഞ്ഞ ടീഷർട്ട് നിൽക്കുന്നവരെല്ലാം ഗാർഡാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ ഒരു കാണുന്നൊരു വീടാണ്. പക്ഷെ കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്ത് പറയാനെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് വിഷമമുണ്ട്. കാര്യം ഞങ്ങൾ ഈ ഗാർഡ് പറഞ്ഞു വിട്ടപ്പോഴാണ് ഞങ്ങൾ ഈ വീട് കണ്ടത്. ഞങ്ങൾ അപ്പുറത്ത് വഴിയാണ് വന്നത്. ഈ വീട് ഏകദേശം പൊളിഞ്ഞു, കണ്ടായിരുന്നല്ലോ. ഇതാണ് ആ വീട്. കണ്ട, ഈ ഫ്രണ്ടിൽ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത് കടൽ വന്ന് കയറുമ്പോൾ ആ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എത്രത്തോളം പ്രൊട്ടക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. ആ വീട് ആൾറെഡി മൊത്തം പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട് ടോട്ടലി പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ സങ്കടം തോന്നും. ഈ കടലിങ്ങനെ കയറുമ്പോൾ ഈ കടൻ്റെ കര താമസിക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നെന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ പോയി കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ശംഖുമുഖം ബീച്ച് ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, അവരിപ്പോൾ ആളെ ഇറക്കുന്നില്ല. ആ മഞ്ഞ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ഗാർഡ് നമ്മളെല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. കാര്യം ഡേഞ്ചറാണ് കടൽ. ഞങ്ങൾ ഇന്നപ്പോൾ തന്നെ ഈ കരയിൽ കയറി വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ പോയിട്ട് ഒരു കാര്യമില്ല. ശംഖുമുഖം ബീച്ച് ആൾറെഡി ടോട്ടലി കടലെടുത്തു എന്ന് വേണം പറയാൻ. കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. കാര്യം പണ്ട് ശംഖുമുഖത്ത് വന്ന ആൾക്കാർക്കറിയാം ശംഖുമുഖം ബീച്ച് എങ്ങനെ ആയിരുന്നു എന്ന്. അപ്പം അവിടെ ഇപ്പോൾ ഈ നടക്കുന്ന ആൾക്കാരെല്ലാം ആ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വെള്ളത്തിൽ വിടുന്നവരൊക്കെ പെട്ടെന്ന് കയറാനൊക്കെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവർ നടക്കുന്നത്. ഗാർഡ് അവരെ ഓട്ടിക്കുന്നില്ല. പ്രത്യേകിച്ച് പോലീസും ഉണ്ട് അവിടെ, നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി. പെട്ടെന്ന് ആരെങ്കിലും കടലിറങ്ങുകയോ എന്തെങ്കിലും ആണെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടി പോലീസുണ്ട്. അപ്പോൾ നമുക്കിനി ശംഖുമുഖം ബീച്ച് ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിന് പോംവഴി ഇനി വരുമോ എന്നും അറിയത്തില്ല.